വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനുള്ള ഏകീകൃത രീതിയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനത്തിൽ നിന്നാണ് സീറോ മലബാർ സഭ നിലവിൽ ആശയക്കുഴപ്പത്തിന്റെയും ഭിന്നതയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടെയും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷവും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുരോഹിതന്മാർ ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടെ അൾത്താരയ്ക്ക് അഭിമുഖമായിരിക്കണമെന്ന് നിർബന്ധമാക്കുന്ന ഈ തീരുമാനത്തിന് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആരാധനക്രമ പരിഷ്കാരങ്ങൾ, വിശ്വാസ നഷ്ടം, കൂടുതൽ വിഭജനത്തിനുള്ള സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ വെല്ലുവിളികളാണ് സീറോ മലബാർ സഭ നിലവിൽ നേരിടുന്നത്. എല്ലാ പങ്കാളികളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനും സഭയ്ക്കുള്ളിൽ ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനും സമഗ്രവും സഹകരണപരവുമായ ഒരു സമീപനം ഈ സാഹചര്യം ആവശ്യപ്പെടുകയാണ്. സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. പ്രധാനമായും ഏകീകൃത ആരാധനാക്രമം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ലാറ്റിൻ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പരാമർശങ്ങളെക്കുറിച്ചും സീറോ മലബാർ സഭയ്ക്ക് തനതായ അജപാലന സംവിധാനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ആരാധനാക്രമങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒത്തുചേരലുകളിൽ വിശ്വാസികൾ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും 2022 മാർത്തട്ടിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. പ്രസംഗത്തിൽ ലാറ്റിൻ കത്തോലിക്ക സഭയെക്കുറിച്ച് അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ചിലർ അത് അനാദരവായി കണ്ടു. സഭയിലെ എല്ലാ പ്രക്ഷോഭങ്ങളും തട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ തട്ടിലിന്റെ രാജിയെക്കുറിച്ച് ഓഗസ്റ്റ് സിനഡ് ആലോചിക്കുന്നു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കളങ്കിതനായ പുരോഹിതൻ ഫാദർ എബ്രഹാം കാവൽ പുരയിടത്തിന്റെ പള്ളിയിലേക്കുള്ള ഇടപെടൽ വിവാദമാകുന്നതിനാൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കവും തീരുമാനിക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുകയാണ്. നല്ല കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം സീറോ മലബാർ സഭയെ പിന്നോട്ടടിക്കുകയാണ്. വിവാദ പുരുഷന്മാരായ വൈദികർ സഭയുടെ ആസ്ഥാനത്തുള്ളതും സഭയ്ക്ക് തിരിച്ചടി തന്നെയാണ്. സ്ഥിരം സിനഡിനെ പോലും നോക്കുകുത്തിയാക്കി സഭ ഭരിക്കുന്നത് ചില വിവാദ വൈദികരാണ് എന്നുള്ളത് തിരിച്ചറിയണം. വിമതരുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം വൈദികർ സഭയുടെ ആസ്ഥാനത്ത് പല ചുമതലകളും വഹിക്കുന്നുണ്ട്. ഇവരെ പാലൂട്ടി വളർത്തുന്നതും വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്നതും മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് എന്നുള്ള അവസ്ഥ സഭയെ തകർക്കുകയാണ്. വിശ്വാസികൾക്ക് മേജർ ആർച്ച് ബിഷപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസികളെ കാണാനും കേൾക്കാനും സഭാ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് തയ്യാറാകുന്നില്ല. വിശ്വാസികളുടെ നേരെയുള്ള ധാർഷ്ട്യവും അവരുടെ ഇടയിൽ മേജർ ആർച്ച് ബിഷപ്പിനെ അനഭിമിതനാക്കുകയാണ്.